3 തവണ തുടർച്ചയായി LDFിൻ്റെ കൈകളിലിരുന്ന മണ്ഡലമാണ് ചിറയിൻകീഴ്. പക്ഷേ ഇക്കുറി പുതിയൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള മനോജ് എടവനയാണ്. മനോജ് എടവന തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയൊരാളെന്നുള്ള നിലയിലായിരിക്കില്ലല്ലോ ജനങ്ങൾ സ്വീകരിക്കുക. കാരണം മണ്ഡലത്തിൽ നിന്ന് തന്നെ കുറേ കാലം പ്രവൃത്തി പരിചയമുണ്ട്. ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലടക്കം സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? അല്ല, നമ്മുടെ ഈ ചിറയിൻകീഴ് നിയോജകമണ്ഡലത്തിലൊരു പുതിയൊരാളല്ല. 38 വർഷക്കാലമായി വിദ്യാർത്ഥി, യുവജന, കർഷക തൊഴിലാളി, അതുപോലെ തന്നെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ക്ഷീരമേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഗ്രന്ഥശാല സംഘം പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ല സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, പ്രേംനസീർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഞാൻ 38 വർഷക്കാലമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. 95-ലാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറാവുകയും ആ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മാറുകയും ചെയ്തു. 24 വയസ്സാണെന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നീട് മത്സരിച്ചത് 2000-ലെ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നാണ്. അത് മറ്റൊരു പഞ്ചായത്താണ്. അപ്പോൾ കിഴിവലം പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നു. മറ്റൊരു പഞ്ചായത്തല്ല, അഴൂർ പഞ്ചായത്തിൽ പോയി നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ബ്ലോക്കിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നു. ചിറയിൻകീഴ് പഞ്ചായത്ത് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലമാണ്. അപ്പോൾ ഈ 3 പഞ്ചായത്തും എനിക്ക് സുപരിചിതമാണ്. മാത്രമല്ല, കടന്നംകുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നല്ല ശക്തമായി ആരംഭിക്കപ്പെട്ടത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ AISFൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി നിന്ന് പ്രവർത്തിച്ച് അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെയായി ബന്ധപ്പെട്ട് കടന്നംകുളം ഗ്രാമപഞ്ചായത്ത്, മംഗലാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. മുനാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നുകൊണ്ട് വനിതാക്ഷേമം, അതുപോലെ ആരോഗ്യ മേഖല ഒക്കെയുള്ള വിദ്യാഭ്യാസ മേഖലയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഈ അന്നത്തെ 7 പഞ്ചായത്തുകളുടെ നല്ല സുപരിചിതമായ ഒരു പ്രവർത്തനം എനിക്ക് അന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 2000-ന് ശേഷം പിന്നെ ഞാൻ മത്സരരംഗത്തേക്ക് വന്നില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ AIUFൻ്റെ ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡൻറ്റുമായും സംസ്ഥാന നേർനിരയിലേക്ക് വന്ന എനിക്ക് ഒട്ടനവധി വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടിലെ വിവിധ വിഷയങ്ങളിൽ നന്നായി പോരടിച്ച് നിന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു പുതിയ ആളല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 24-ാം വയസ്സിൽ പാർലമെൻ്ററി രംഗത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ചിറയിൻകീഴിൻ്റെ മറ്റൊരു നിത്യഹരിത നായകനാണ്. അല്ല, നിത്യഹരിത നായകനൊന്നുമല്ല, എന്നെ പൊങ്ങണ്ട അറിയല്ല, അന്നിങ്ങനൊരു നിത്യഹരിത നായകനാണ്. പക്ഷേ ഞാനെപ്പോഴും ജനങ്ങളുടെ മണ്ഡലത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പ്രേംനസീർ, കാരണം പ്രേംനസീർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ്. പ്രേംനസീറിൻ്റെ സാംസ്കാരിക നില ഇപ്പോൾ V. ശശി MLA നേതൃത്വത്തിൽ നമുക്കറിയാം അതിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ചിറയിൻകീഴ് മണ്ഡലത്തെ ഏറ്റവും പ്രധാന സാംസ്കാരിക മേഖലയിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് V. ശശി MLA നടപ്പിലാക്കിയത്. അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ 2ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒട്ടേറെ സാംസ്കാരിക രംഗത്ത് നമുക്കറിയാം ആശാസ്മാരകം, തോന്നയ്ക്കൽ ആശാസ്മാരകവും കായികര ആശാസ്മാരകവും ഇതെല്ലാം നമ്മുടെ ഈ മണ്ഡലത്തിലാണ്. അതോടൊപ്പം ഈ മണ്ഡലം എന്ന് പറയുന്നത് സാംസ്കാരിക സമ്പന്നതയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ആളാണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് G. ശങ്കരപ്പിള്ളയുടെ അയൽവാസിയാണ് ഞാൻ. G. ശങ്കരപ്പിള്ളയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹം സഞ്ജീവ് തൂക്കി കൊണ്ടുപോകുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അടുത്തറിയാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പന്ദനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് പുതിയ മേഖലകൾ, ഗ്രന്ഥശാല മേഖലകളിൽ നന്നായി പ്രവർത്തിക്കാൻ ഞാനൊരു ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ 3 ടൈം തുടർച്ചയായി ഭരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ MLA ഉണ്ടാകുന്നു LDFിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വികസനത്തിൻ്റെ തുടർച്ച തന്നെയായിരിക്കുമല്ലോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അല്ലേ? തീർച്ചയായിട്ടും അതാണ്. 3 ടൈം എന്ന് പറയുന്നത് 15 വർഷക്കാലം. 15 വർഷക്കാലം കൊണ്ട് V. ശശി MLAയുടെ നേതൃത്വത്തിൽ ഏകദേശം 3600 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനം നമുക്കറിയാം, മുതലപ്പള്ളി ഫിഷിംഗ് ഹാർബർ. നമ്മളെല്ലാം ജനിച്ച അല്ലെങ്കിൽ ഈ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുതലപ്പുഴയിൽ അപ്പുറം ഇപ്പുറം ആളുകൾ പോകുന്നത് വള്ളത്തിലായിരുന്നു. ഇന്ന് റോഡിലെവിടെയായി, അതുപോലെ തന്നെ അതൊരു മിനി ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നു. തീരദേശ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഭരിക്കപ്പെട്ടത്. ഒരു കാര്യം അതോടുകൂടി ചേർക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചപ്പുറത്ത് അല്പം മുമ്പ് എതിർ സ്ഥാനാർത്ഥി, അതായത് UDF സ്ഥാനാർത്ഥി പ്രസംഗിച്ചതിൽ ആദ്യം പറഞ്ഞ ഒരു വാചകമെന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയിൽ വികസനം തീരെ എത്തിയിട്ടില്ല, അതുകൊണ്ട് താൻ അതിനായിരിക്കും പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ശുദ്ധ നുണയാണ്. കാരണം തീരദേശ ഹൈവേ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഒരു മുഖമുദ്രയാണ്.
അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തീരദേശ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഈ തിരമാലകൾ കൊണ്ടടിച്ച് അവരെ വീടുകൾ നശിക്കുമ്പോൾ അവരെയെല്ലാം മാറ്റി പാർപ്പിച്ചു വിടും. 10 ലക്ഷം രൂപയാണ് ഒരാളിന് കൊടുത്ത് മാറ്റി പുതിയ വീട് വെച്ച് നിർമ്മിച്ചു കൊടുത്തത്. തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു തീരദേശം ആണ് ചിറയൻകീഴ് പഞ്ചായത്തും അതുപോലെ അഴൂർ പഞ്ചായത്തും അഞ്ചുതെങ്ങ് പഞ്ചായത്ത് ഉൾപ്പെടുന്ന കണ്ണംകുളം പഞ്ചായത്ത് ഉൾപ്പെടുന്ന തീരദേശ മേഖല. മത്സ്യത്തൊഴിലാളികളുടെ ഒട്ടേറെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അപ്പുറത്തൊരു പാട്ടുപാടി പ്രചരണമായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. എനിക്ക് പാട്ട് പാടാനറിയില്ല, പക്ഷേ എൻ്റെ ജനങ്ങളുടെ സ്പന്ദനം, മനസ്സിലുണ്ടാകുന്ന സ്പന്ദനം തിരിച്ചറിയാനുള്ള കഴിവെനിക്കുണ്ട്. പാട്ടുപാടി അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ പാട്ടുപാടി അവരെ സന്തോഷിപ്പിക്കുകയല്ല എൻ്റെ ജോലി. അവൻ്റെ നീറുന്ന വിഷയങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ആ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അതാണ് കഴിഞ്ഞ 38 വർഷക്കാലമായി വിദ്യാർത്ഥി, യുവജന, ട്രേഡ് യൂണിയൻ, അതുപോലെ കർഷക തൊഴിലാളി രംഗത്തിലൂടെ ഞാൻ പ്രവർത്തിച്ചു വന്നത്. തീർച്ചയായിട്ടും എനിക്ക് ആ പ്രവർത്തനമാണ്, സമരവീര്യമാണ് എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഒരു സമര പോരാട്ടമാണ്. വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു സമര പോരാട്ടമാണ്. ഞാൻ അതാണ് കാണുന്നത്. ഇന്ന് വരെയും ഞാൻ സമരരംഗത്ത് നിന്ന ആളാണ്. എന്നെ ഒരു പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഞാനൊരു കണ്ണി മാത്രമാണ്. അതിൽ ഈ നാട്ടിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ വിജയിക്കുവാൻ വേണ്ടിയുള്ള ആർജവം കൈവരിക്കുക തന്നെ ചെയ്യും. 3 വർഷം ഈ 3 ടേം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നാടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം മറ്റൊന്ന് ഒരാളിനെ എടുത്ത് കാണിക്കാനില്ല. ഈ നാട്ടിലെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും മുൻപന്തിയിരുന്നത്. സാധാരണ ഒരു ഗവൺമെൻറ് ഒന്നുകിൽ വികസന കാര്യങ്ങളിൽ മുൻതൂക്കം നൽകും, അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങളിൽ മുൻതൂക്കം നൽകും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2 മേഖലയെ സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ക്ഷേമ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയി, വികസന പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയി. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രക്രിയകൾ, പശ്ചാത്തല വികസന സൗകര്യങ്ങൾ. നിങ്ങൾ ഇവിടെ വന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഈ NH പോലുള്ള റോഡുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചിറയൻകീഴ് മണ്ഡലത്തിലായാലും മറ്റു മണ്ഡലങ്ങളിലായാലും നമ്മൾ നടുക്ക് വെള്ളവരയിട്ട റോഡുകൾ കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നടുക്ക് വെള്ളവരയിട്ട റോഡുകളാണ്, എല്ലാം NHകളാണ്. അപ്പോൾ NHൻ്റെ പരിവേഷം കൊണ്ടുണ്ടാക്കിയ പശ്ചാത്തല വികസനമാണ്, ആ റോഡുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം 4ാം വട്ടവും പുറത്തുനിന്നുള്ളൊരു വേണ്ട, ചിറയൻകീഴിൽ തന്നെ സ്ഥിരതാമസക്കാരനായ ഒരു MLA വേണം എന്നുള്ളത് തന്നെ അല്ലേ? നാട്ടുകാരനൊരു വോട്ട്, ഇതാണ് ജനങ്ങളുടെ ചിന്ത. ഇവിടെ ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ചാലും അത് തന്നെ വിജയിക്കുക തന്നെ എന്ന് തന്നെ പറയും. പക്ഷേ ഇതൊരു സമരമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ സമര പോരാട്ടത്തിൽ നമ്മൾക്ക് അന്തിമ വിജയം ഉണ്ടാകുന്നതുവരെ പോരാടി നിൽക്കും. ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ച് കളയുമെന്ന് തിരിഞ്ഞു നിന്നാൽ ആമയും മുയലും കഥയിലെ ആമയായി മാറാൻ ചിലപ്പോൾ അവർക്ക് പറ്റും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ വളരെ സജ്ജമായിരുന്നുകൊണ്ട് നന്നായി പോരടിച്ച് അവസാനം വരെയും ഒരു തളർച്ചയുമില്ലാതെ ഈ വരുന്ന അടുത്ത മാസം 9-ാം തീയതി വരെയും അതിശക്തമായി കണ്ണിലെണ്ണയും ഒഴിച്ച് തീവ്രതയോടുകൂടി ഈ സമര പോരാട്ടത്തിലെ മുൻപന്തിയിൽ നിൽക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വികസന തുടർച്ച മുന്നോട്ട് വെച്ചും നാട്ടുകാരനൊരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുമാണ് മനോജ് എടവന ഇക്കുറി ജനവിധി തേടുന്നത്. 4ാം വട്ടവും LDFന് ചിറയൻകീഴ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് മനോജ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.